നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് പ്ലേ സ്റ്റോറിനകത്തുള്ള ഒരു ഫീച്ചറാണ്. പ്ലേ സ്റ്റോറിനകത്തുള്ള ഒരു സെറ്റിങ്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ്. തീർച്ചയായിട്ടും നമ്മളൊക്കെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെറ്റിങ്സ് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഏതാണ് സെറ്റിങ്സ്, അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ്. നമ്മൾ ഏതെങ്കിലുമൊക്കെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കൃത്യമായ വർക്കിംഗ് ഉണ്ടാകില്ല, അതൊരു ഫേക്ക് ആപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ആപ്പുകൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കത് ഗൂഗിളിനെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഗൂഗിളിനോട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രമേണ ആ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്യും. മാത്രമല്ല നിങ്ങൾക്ക് ആ ഒരു ആപ്പ് മറ്റാളുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് തടയാനും സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഫീച്ചറാണ്. കാരണം നമ്മളൊക്കെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ പറ്റിക്കപ്പെടാറുണ്ട്. ഈ ഒരു ആപ്പ് നമുക്ക് റിവ്യൂ ചെയ്യാമെന്നുള്ളതാണ്. ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തത് എന്ന് കാണിക്കുന്നതിന് വേണ്ടി നമുക്ക് റിവ്യൂ ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ റിവ്യൂ ഓപ്ഷൻ കാണിക്കുള്ളൂ. ഇനി ഇൻസ്റ്റാൾ ചെയ്യാതെ ഇത് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടി ജസ്റ്റ് ഈ ഇൻസ്റ്റാൾ എന്നുള്ള ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഉടനെ തന്നെ ഇതെങ്കിൽ ക്യാൻസൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടില്ല, പക്ഷെ നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അതിനുശേഷം താഴെ ഭാഗത്തേക്ക് വന്ന് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിവ്യൂ ഭാഗത്ത് നമുക്ക് ഒന്നാമത്തെ സ്റ്റാർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇത് ഒരു ബാഡ് റിവ്യൂ കൊടുക്കാനുള്ള ഓപ്ഷനാണ്. നമ്മളിവിടെ എന്തെങ്കിലും ഒരു റിവ്യൂ ഇവിടെ എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ആപ്പുമായിട്ടുള്ള പ്രശ്നം എന്ന് വിശദീകരിച്ച് ടൈപ്പ് ചെയ്തതിന് ശേഷം പോസ്റ്റ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ രണ്ടാമതായി ചെയ്യേണ്ട കാര്യം, നിങ്ങളിപ്പോൾ ഞാനൊരു ആപ്പ് എടുത്തിരിക്കുകയാണ്. ഈ ഒരു ആപ്പ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും ഗൂഗിളിന്. അപ്പോൾ ഈ ആപ്പ് ഇതുപോലെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്താലും നമുക്ക് ഫേക്ക് ആണെന്നാലും നമ്മളെ ബുദ്ധിമുട്ടാക്കിയ ഒരു ആപ്പാണെങ്കിൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത്, ഞാൻ ജസ്റ്റ് കാണിച്ചിരുന്നതിന് വേണ്ടി ഒരു ആപ്പ് സെലക്ട് ചെയ്തതാണ്. ഇവിടെ ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണും. ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. ചില മൊബൈൽ ഫോണിൽ 3 ഓപ്ഷൻ ഉണ്ടാകും. ഇവിടെ നമുക്ക് ഫ്ലാഗ് ആസ് ഇൻഅപ്രോപ്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണും. ഇതും ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കുറേ ഓപ്ഷൻസുകൾ ചോദിക്കും. ഇവിടെ ഏതാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കിയത്, എന്തെങ്കിലും സെക്ഷൽ ആയിട്ടുള്ള കണ്ടൻ്റ് ആണോ അല്ലെങ്കിൽ ഗ്രാഫിക് വയലൻസ് ആണോ, എന്താണ് നിങ്ങൾക്കുള്ളതെന്നത് ഇവിടെ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതർ ഒബ്ജക്ഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിവിടെ സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിന് ഈ ഒരു ആപ്പ്, അതായത് പ്ലേ സ്റ്റോറിന് ഈ ഒരു ആപ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് അറിയാൻ സാധിക്കുകയും കൂടുതൽ ആളുകൾ ഇതുപോലെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാവധാനം ഈ ഒരു ആപ്പ് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്തരം ആപ്പുകൾ ഇതുപോലെ റിപ്പോർട്ട് കൊടുത്താൽ മതി. പ്ലേ സ്റ്റോർ തന്നെ ഈ ഒരു ആപ്പിനെ കൈകാര്യം ചെയ്തോളും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.